കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടും അത് വളരെ സങ്കീർണമായതുകൊണ്ടും ഉപചോദ്യങ്ങൾ ധാരാളമുണ്ട്. വെള്ളം പോലെ തന്നെ അത് ഒഴുകുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 64 ശ്രീ AKM ഷെരീഫ് അഷ്റഫ്. ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി. ആ ക്വസ്റ്റ്യൻ മാറിയല്ലോ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും മികവ് തെളിയിക്കുന്ന പട്ടികജാതി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പ്രോത്സാഹന പദ്ധതികൾ: വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 2500 രൂപ മുതൽ 12,000 രൂപ വരെ ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി, ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ്, 4-7 ക്ലാസുകളിൽ വാർഷിക പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡിൻ്റെയും കായിക മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിൻ്റെയും അടിസ്ഥാനത്തിൽ മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വരുമാനം കൂടി പരിഗണിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി, UP വിഭാഗത്തിന് പ്രതിവർഷം 5000 രൂപ നിരക്കിലും HS വിഭാഗത്തിന് പ്രതിവർഷം 5500 രൂപ നിരക്കിലും സ്കോളർഷിപ്പ് നൽകി വരുന്നു. ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കുന്നതിനുള്ള വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയാണ്. വരുമാനം 30,000 രൂപയിൽ താഴെ ഉള്ളവർക്ക് കസേരയും വാങ്ങുന്നതിന് ഒറ്റത്തവണ രൂപ കൂടി നൽകുന്നു. ഒറ്റ ഐറ്റം മാത്രമേ. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് അനുവദിക്കുന്ന സർഗോത്സവം പദ്ധതി 2019 മുതൽ നടപ്പിലാക്കിയിട്ടില്ല. കോവിഡ് മൂലം 2021-22 എന്നീ വർഷങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങൾ ഒഴിവാക്കിയിരുന്നു. നിലവിൽ 19, 20, 23, 24, 25 എന്നീ വർഷങ്ങളിലെ കലോത്സവ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് വിതരണം ചെയ്യേണ്ടതുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ മുടങ്ങിയ ഈ പദ്ധതി പുനരാരംഭിച്ചിട്ടില്ല എന്നറിയിക്കുന്നു. ശ്രീ AKM അഷ്റഫ്. പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം. നമ്മുടെ SC/ST ഡിപ്പാർട്ട്മെൻറ്റ് പഠനമുറികൾ കൊടുക്കുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ പഠനമുറി കൊടുക്കുമ്പോൾ ഇപ്പോൾ SSLC കഴിഞ്ഞ +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് നൽകാറുള്ളത്. എൻ്റെ മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം അതിർത്തിയിലുള്ള കുട്ടികൾ കർണാടകയിലാണ് പഠിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് ഈ കർണാടകയിൽ പഠിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് ഈ പഠനമുറി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിഷേധിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഇടപെട്ടൊരു കാര്യമാണ്. ആ കുട്ടികൾക്ക് കൂടി ആ പഠനമുറി ലഭ്യമാക്കാനുള്ള നടപടി കൈക്കൊള്ളുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ നമ്മുടെ പഠനമുറി SC/ST വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ബഹുമാന്യനായ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യക്ക് വയോജന വകുപ്പ് രൂപീകരിച്ച ഒരു സംസ്ഥാനമായി ഇന്ത്യയിലെ ഏറ്റവും 1ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുകയാണ്. ഈ പഠനമുറി കൊടുക്കുന്നത് പോലെ SC/ST കോളനികളിൽ ധാരാളം പ്രായം ചെന്ന ആളുകളുടെ രോഗവും പ്രയാസവും ഒക്കെ നേരിട്ട് കണ്ട ഒരാളാണ്. എൻ്റെ മണ്ഡലത്തിൽ ധാരാളം അത്തരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ട്. വയോജന മുറികൾ കൂടി ലഭ്യമാക്കുന്ന വയോജന വകുപ്പ് രൂപീകരിച്ചൊരു സംസ്ഥാനത്ത് SC/ST വിഭാഗത്തിലെ ആളുകൾക്ക് വയോജന മുറി ലഭ്യമാക്കുന്ന ഒരു ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ശ്രീ AK അഷ്റഫ് ഇവിടെ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പരിശോധിക്കാവുന്നതാണ്. ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. പട്ടികജാതി വിഭാഗത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഓവർസീസ് സ്കോളർഷിപ്പ് നൽകാറുണ്ട്. അത് ഈ കഴിഞ്ഞ 2 വർഷമായി എത്രത്തോളം കുട്ടികൾക്ക് അതിൽ ഗ്രാൻഡ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്? അത് പിന്നെ എന്താണ്, ഇനിയും എത്ര കുട്ടികൾ അതിൽ നിന്ന് ഗ്രാൻഡ് കിട്ടാതെ പഠനം നിർത്തി പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് പറയാം. ബഹുമാനപ്പെട്ട മന്ത്രി. കഴിഞ്ഞ കാലയളവിൽ കുട്ടികൾക്കത് ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട്. അത് വകുപ്പ് പരിശോധിച്ച് വരികയാണ്. കൃത്യമായ വിവരശേഖരണം നടത്തി അത് ലഭ്യമാക്കുന്നതാണ്. ശ്രീ മഞ്ജുള കുഴിയല്ലി. താങ്ക് യു സർ. ഈ വിദേശത്ത് ഉന്നത പഠനം നടത്തുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? വിദേശത്ത് അംഗീകൃത സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് വകുപ്പ് ODEPEC വഴി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൽ അപേക്ഷ കൃത്യമായി പരിശോധിച്ച് ആ കുട്ടി പോകുന്ന കോഴ്സും അതുപോലെ തന്നെ ചേരാൻ പോകുന്ന സ്ഥാപനത്തെക്കുറിച്ചും കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ടാണ് അത് അനുവദിക്കുന്നത്. അതിപ്പോൾ നടന്നു വരുന്നുണ്ട്.